വൈസ് ചാൻസലർക്കെതിരെ നടപടിയെടുത്തത് മാധ്യമങ്ങൾ വഴിയാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മുഖാമുഖം പരിപാടിയിൽ ആലപ്പുഴയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വിവരം പെട്ടെന്ന് കേട്ടത്. നമുക്കറിയാം, ഇന്ന് സർവകലാശാല തലത്തിൽ നമ്മുടെ ഈ വിദ്യാർത്ഥിയുടെ മരണം, സിദ്ധാർത്ഥിന്റെ മരണം, അത് സംബന്ധിച്ചിട്ടുള്ള നല്ലൊരു അന്വേഷണം യൂണിവേഴ്സിറ്റി തലത്തിൽ നടക്കുകയാണ്. ഏകദേശം 19ഓളം കുട്ടികൾ ഇന്ന് അറസ്റ്റിലായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. നമ്മുടെ അവിടെ ഏകദേശം 130ഓളം കുട്ടികളായിരുന്നു ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ UGC അനുസരിച്ചിട്ടുള്ള ആൻറ്റി സെല്ല് ഇതിനെക്കുറിച്ചൊരു അന്വേഷണം, ആൻറ്റി റാഗിംഗ് സെല്ല് ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിൽ അവിടുത്തെ മുഴുവൻ ഹോസ്റ്റലിലെ കുട്ടികളെയും അവർ ചോദ്യം ചെയ്തിരുന്നു, വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 31 കുട്ടികൾ അവരുടെ ആ ലിസ്റ്റിൽ വന്നു. ആ 31 കുട്ടികളെയും ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് 19 പേർക്കെതിരെ ശക്തമായ നിലയിലുള്ള നടപടിയെടുക്കുവാനും 3 വർഷത്തേക്ക് അവരെ ഡീബാർ ചെയ്യുവാനുമുള്ള സംവിധാനത്തിലേക്ക് കോളേജ് എത്തിച്ചേർന്നു. അതെ, തൊട്ട് മരണം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വൈസ് ചാൻസലറെ വിളിച്ചിരുന്നു, റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടനെ തന്നെയായിരുന്നു ഒരു റിപ്പോർട്ട് തന്നിരുന്നത്. വീണ്ടും അടുത്ത റിപ്പോർട്ടും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ആ റിപ്പോർട്ടിനകത്താണ് നമ്മുടെ ഇത്രയധികം കുട്ടികളെ ഒരുമിച്ച് അവിടെ ആന്റി റാഗ് നമ്മുടെ ആ സെല്ല് വളരെ പെട്ടെന്ന് ഇവരെ ആ സ്ക്വാഡ് അവരെല്ലാം പോയി കണ്ട് ഇത്രയധികം കുട്ടികളെ, നമുക്കറിയാം ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയം വരുമ്പോൾ വളരെ പെട്ടെന്നാണ് ഞങ്ങൾ നടപടിയെടുക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇത്രയധികം, നമുക്കറിയാം ഈ ബിരുദ കോഴ്സ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ തിരിച്ചിറങ്ങിയാൽ അവരെല്ലാം വെറ്റിനറി ഡോക്ടേഴ്സാണ്. ആ ഡോക്ടേഴ്സിനെയാണ് ഈ 19 പേരെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തത്. അവരെ നമ്മൾ ഇനി ഇപ്പോഴെങ്കിലും അവർക്ക് പഠിക്കാനും പറ്റത്തില്ല. പ്രധാനപ്പെട്ട കാര്യം, വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്ത ഗവർണർ നടപടിയെ താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ഒരിക്കലും സ്വാഗതം ചെയ്യുന്ന ഒന്നല്ല. കാരണം ഇത്രയും നടപടിയെടുത്തത് യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഉൾപ്പെടെ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്, ഡീൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. ആ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അച്ചടക്ക നടപടി കൊണ്ടുവന്നത്. അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഗവർണറുടെ ഓർഡർ പറയുന്നത്, സസ്പെൻഷൻ ഓർഡർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം VC-യുടെ തന്നെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗവർണർ നടപടിയെടുത്തിരിക്കുന്നത്. അതായത് വളരെ ലാഘവത്തോടെയാണ് യൂണിവേഴ്സിറ്റി അധികൃതർ ഈ വിഷയം കൈകാര്യം ചെയ്തത്. 3 ദിവസം തുടർച്ചയായി ആ ഒരു മർദ്ദനം ഏറ്റിട്ട് പോലും ഈ വിഷയം അതിന്റെ ഗൗരവത്തിൽ കണ്ടില്ല. വളരെ ലാഘവത്തോടാണ് അധികൃതർ കണ്ടത്. ഒരു സർവകലാശാല ചട്ടം മുഴുവൻ തന്നെ ലംഘിക്കപ്പെട്ടു. അതുകൊണ്ട് VC സ്ഥാനത്തിരിക്കാൻ പാടില്ല എന്നാണ് ഈ സസ്പെൻഷൻ ഓർഡർ ഗവർണർ പറയുന്നത്. അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടുന്നതാണ്. കാരണം കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നു അവിടെ നടന്നത്. അതെന്താണെന്ന് നമ്മൾ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ അന്വേഷണം വന്നതുകൊണ്ട് മാത്രമാണ് 19 പേരെ വളരെ പെട്ടെന്ന് നമുക്ക് അറസ്റ്റ് ചെയ്യിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇനിയും അതിനകത്ത് കുറ്റക്കാർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സർവകലാശാലയുടെ ഡീൻ എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ ഈ കുട്ടികളുടെ എല്ലാ ഉത്തരവാദിത്വമുള്ള ഹോസ്റ്റലിന്റെ ചുമതലയുള്ള ആളായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ എന്തെങ്കിലും അന്നന്ന് നടക്കുന്ന വിഷയങ്ങൾ അന്വേഷിക്കണമായിരുന്നു. ഈ കുട്ടിയുടെ മരണശേഷം അതിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ, പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് തന്നെ ആ കുട്ടിയുടെ വീട്ടിൽ അവിടുത്തെ ആരോ കോളേജ് വിദ്യാർത്ഥികളാണ് അറിയിച്ചത്. അതിനകത്ത് ഗുരുതരമായ തെറ്റ് സംഭവിച്ചു. ഒരു കുട്ടി മരണപ്പെട്ടാൽ വളരെ പെട്ടെന്ന് ആ കുട്ടിയുടെ വീട്ടിൽ അറിയിക്കണമെന്ന ഒരു ചുമതല കോളേജ് അധികൃതർ, പ്രത്യേകിച്ചും ഈ ഡീൻ ഏറ്റെടുക്കണമായിരുന്നു എന്നുള്ളതായിരുന്നു. അതിൽ കുറച്ച് വീഴ്ച സംഭവിച്ചു.